ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ. അപ്പോൾ അലൻ സെവനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഞാൻ യൂണിഫോം പാൻറ്റ് വെട്ടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിന് ശേഷം ഞാനത് തയ്ക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടിയോണ്ട് 2 പാർട്ടാക്കിയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാൻ തുണി ആദ്യം തന്നെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഞാനത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലെയർ. അതിനുശേഷം ഞാൻ ഇലാസ്റ്റിക്കിനുള്ള ഒരു 2.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതവിടെ ഒരു സ്കെയിൽ വെച്ച് നീളനെ അങ്ങനെ വരച്ചു കൊടുത്തു. അതിനുശേഷം ആ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാനുള്ള 2 ഇഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ചൊക്കെ വിടാം. ആ 3 ഇഞ്ചിന് താഴേക്കാണ് നമ്മൾ ലെങ്ത്ത് പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങളുടെ താഴേക്ക് ഞാൻ പാൻറ്റിൻ്റെ മൊത്തം നീളം എടുത്തു. അതിവിടെ താഴെ ഇതാ മാർക്ക് ചെയ്തു കേട്ടോ. അത് മറക്കാൻ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാനുള്ള ഭാഗം നമ്മൾ വിട്ടിട്ട് വേണം എപ്പോഴും ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ താഴ്ഭാഗം വരച്ചു കൊടുത്തു. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ അരവണ്ണാണ്. കുട്ടിയുടെ അരവണ്ണാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗമാണല്ലോ എടുക്കുക അരവണ്ണത്തിൻ്റെ. അപ്പോൾ 10 അരവണ്ണത്തിൻ്റെ 4-1 ഭാഗം ഞാൻ എടുത്തത്. അതിന് കൂടെ ഒരു ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പാക്കിയിട്ട്. അത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ടേക്കാണ് ഞാൻ ടാപ്പ് വെച്ചിട്ട് ശ്രദ്ധിക്കണം. അവിടെ നിന്ന് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ടാപ്പ് വെച്ചിട്ട് ഞാനൊരു 12 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. ഇത് നമുക്ക് ഷേപ്പ് വരയ്ക്കാനാണ് കേട്ടോ. നമുക്കറിയാമല്ലോ 2 പാൻറ്റ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന നമ്മുടെ നടുവിൽ വരുന്ന ഷേപ്പ് ഉണ്ടല്ലോ, 2 കാല് പാൻറ്റിൻ്റെ 2 കാലിടുന്ന ആ ഷേപ്പ് വരയ്ക്കാനാണ് താഴേക്ക് എടുത്തത്. അപ്പോൾ അരവണ്ണത്തിൻ്റെ പോലെ തന്നെ 11 ഇഞ്ച് അരവണ്ണം എടുത്ത് 4-1 ഭാഗമായിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് 12 അടയാളപ്പെടുത്തിയത്. യൂണിഫോം പാൻറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് ലൂസിലൊക്കെ വേണമല്ലോ നമ്മുടെ അടിഭാഗം തയ്ക്കാൻ. കുട്ടികൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇരിക്കുമ്പോഴും ഒക്കെ അവർക്കൊരു കംഫർട്ടിന് വേണ്ടി നമ്മൾ ഇത്തിരി ലൂസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം അത് സ്കെയിൽ വെച്ച് നീളനെ വരച്ചു കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഷേപ്പ് കിട്ടാനായിട്ട് ഒരു 3 ഇഞ്ച് കണ്ടില്ലേ, 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തു. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. അവിടുന്ന് ഞാൻ അരവണ്ണം മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് 11 ഇഞ്ച് എടുത്തു. അതിന് ശേഷം ആ 11 ഇഞ്ചിൽ നിന്ന് നീളനെ സ്കെയിൽ വെച്ചിട്ട് ഒരു 3 ഇഞ്ച് എടുത്തു കേട്ടോ. അത് നമുക്ക് ഷേപ്പ് വരയ്ക്കാനാണ്. അത് നിങ്ങൾക്ക് 2.5 ഇഞ്ചും ഒക്കെ എടുക്കാം. പക്ഷേ അത് നമ്മൾ യൂണിഫോം പാൻറ്റ് ആയതുകൊണ്ടും കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനത് ഒരു 3 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി താഴേക്കാണ് വന്നിട്ടുള്ളത്, ബോട്ടത്തിൻ്റെ താഴേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് പാൻറ്റ് ലൂസ് അടയാളപ്പെടുത്താനാണ്. നമ്മുടെ താഴ്ഭാഗം ഉണ്ടല്ലോ കാലിൻ്റെ അവർക്ക് വരുന്ന അതിൻ്റെ അടിവശത്തെ ലൂസാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 8 ഇഞ്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. 8 ഇഞ്ചാകുമ്പോൾ അത് മതി. ഒരു 6 ഇഞ്ചൊക്കെ ആയിട്ടാണ് ലൂസ് വരുന്നത്. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് പോലെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് വരച്ച അറ്റം മുതൽ ഈ ബോട്ടത്തിൻ്റെ താഴെ വരുന്ന നമ്മൾ ലൂസ് മാർക്ക് ചെയ്തോടെ വരെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചെരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ പാൻറ്റിൻ്റെ ഷേപ്പ് കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ തയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. ആ ഷേപ്പിൽ തന്നെ വരയ്ക്കണം. കണ്ടില്ലേ, ഈ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ആ ഷേപ്പിൽ വരക്കാം. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു 2 ഇഞ്ചും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നീളം അളന്ന സമയത്ത് നമ്മൾ പാൻറ്റിൻ്റെ അടിവശം മടക്കി തയ്ക്കുന്നത് ഞാൻ കൂട്ടിയെടുക്കാൻ മറന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാനത് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഓർമ്മ വന്നപ്പോൾ 2 ഇഞ്ച് നമ്മൾ ആ തുമ്പ് മടക്കി തയ്ക്കുമല്ലോ. അപ്പോൾ യൂണിഫോം ആകുമ്പോൾ നമ്മൾ ക്യാൻവാസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് മടക്കി തയ്ക്കുക. ചിലവർ 2 ഇഞ്ച് തുണി വെച്ചിട്ട് അടിച്ചിട്ട് മടക്കി തയ്ക്കും. അപ്പോൾ ഞാൻ ക്യാൻവാസ് പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണാം. എന്നിട്ട് നമ്മളത് ആ ഷേപ്പിലൂടെ എല്ലാതും നല്ല ഭംഗിയായിട്ട് വളയാതെ ഒക്കെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് ക്യാൻവാസ് പേപ്പർ. ഇതിന് ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുക്കുന്നത്. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ 8 ബോട്ടത്തിൻ്റെ ലൂസ് ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ 8 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ക്യാൻവാസ് വെട്ടിയെടുക്കുന്നത്. മടക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിവർത്തി കഴിഞ്ഞാൽ 16 കിട്ടും. ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ അതുപോലെ എടുത്ത് 8 ഇഞ്ച് നീളത്തിൽ ഞാൻ 1 ഇഞ്ച് വീതിയിൽ അത് വെട്ടിയെടുത്തു. എന്നിട്ട് അത് നമ്മൾ നമുക്ക് വേസ്റ്റ് പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ വെട്ടി കഴിഞ്ഞാൽ തുണി ഒരുപാട് സൈഡിലൊക്കെ വേസ്റ്റ് പോകും. അതിൽ നിന്നൊരു കുറച്ച് തുണി എടുത്തിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ അതിൽ അയൺ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വീഡിയോയിൽ. നമ്മൾ അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഈ ക്യാൻവാസ് നമുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ കാണാം. അതിനകത്തൊരു ഗമ്മുള്ള ഭാഗം കാണാം.
ഒരു ഭാഗം കാണാം, അത് ആ ഭാഗമാണ് തുണിയുടെ അടുത്തേക്ക് മടക്കി വെക്കേണ്ടത്. എന്നിട്ട് അയൺ ബോക്സ് നല്ല ചൂടായതിന് ശേഷം നമ്മളിതാ ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്താൽ അത് ആ തുണിയിൽ അവിടെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും വീതിയുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഷേപ്പായിട്ടൊന്നുമില്ല, കറക്റ്റ് വെട്ടിയെടുത്തിട്ടില്ല. നമ്മൾ ആ വേസ്റ്റ് വെട്ടി കളയുന്ന സമയത്ത് അതിൽ നിന്നൊരു തുണി എടുത്തിട്ടാണ് ഞാനിപ്പോൾ അയൺ ചെയ്യുന്നത്. അത് നല്ല വൃത്തിയായിട്ട് നല്ല ചൂടിൽ തന്നെ അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമാണ് അത് അവിടെ ഒട്ടിയിരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ അടന്നു പോരും. അതിൻ്റെ പക്ഷേ ആ ഗം അതിനകത്ത് ശരിക്കും ഒട്ടണം എന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് നല്ല ചൂടായിരിക്കണം. ഇതുപോലെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റ് ഭാഗമൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കുന്ന രീതിയിൽ അതിനെ ഈക്വൽ ആക്കിയിട്ട് വെട്ടിയെടുത്തത് ഈ ഷേപ്പിലോട്ടോ. രണ്ടും ഒരേ അളവിൽ വെട്ടിയെടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ രണ്ടാമത്തെ അപ്ലോഡ് ചെയ്യും.